ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ദേവു സ്നേഹിക്കുന്ന പോലീസുകാരൻ എന്നത് അരുണാണെന്ന കാര്യം വ്യക്തമായിട്ടുണ്ടല്ലേ. എന്നാൽ നമ്മുടെ സച്ചിയും അരുണും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുവരും തമ്മിൽ ഒരു ശത്രുവിനെ പോലെ എന്ന രീതിക്കാണല്ലേ കാണുന്നത്. അതായത് അരുൺ വളരെ മോശമായ രീതിയിൽ തന്നെ സച്ചിനോട് ബിഹേവ് ചെയ്യുമ്പോഴാണ് സച്ചിയും അതേ രീതിയിൽ തന്നെ നമ്മുടെ അരുണോട് മോശമായ രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിലാണ് സച്ചിയുടെ വാഹനം എടുത്തുകൊണ്ട് അരുൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ രേവതി കൃത്യമായി ഇടപെട്ട് അവിടുത്തെ SI മുഖേന തന്നെ നമ്മുടെ സച്ചിയുടെ വണ്ടി തിരികെ മേടിക്കുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് അരുൺ പറയുന്നുണ്ടല്ലേ, എന്തായാലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, എൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും നിന്നെ കിട്ടും, ആ ഒരു അവസരം ഞാൻ നല്ല രീതിയിൽ തന്നെ മുതലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണല്ലേ അരുൺ. എന്നാൽ ഇത് ദേവുവിൻ്റെ ചേട്ടനാണ് അറിയാതെ തന്നെയാണ് അരുൺ അതേ രീതിയിൽ തന്നെ സച്ചിയോടായിട്ട് പെരുമാറുന്നതും. അരുൺ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ സച്ചിക്കായിട്ട് കെണിനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു നിമിഷം നമ്മുടെ അരുണായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ചെമ്പനിപ്പൂൺ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ സച്ചി രേവതിയും പങ്കെടുക്കുന്ന അതേ ചടങ്ങിൽ തന്നെ ബീരാനിക്ക, അതായത് ചെറുക്കൻ്റെ അമ്മാവനായിട്ട് ബീരാനിക്ക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിന് ശേഷം സച്ചിയും രേവതിയും കൈയോടുകൂടി തന്നെ ബീരാനെ പിടിക്കുകയും സത്യാവസ്ഥകളെല്ലാം തന്നെ വീട്ടിൽ വന്ന് പറയുകയും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാവരും തന്നെ അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇന്നലെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്നും കാണാത്തവരൊന്ന് കാണുക മാത്രമല്ല ലൈക്കും ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റും രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷത്തിന് ശേഷം ചന്ദ്ര ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കും ശ്രുതിനെ ഒരുപാട് തല്ലുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. തന്നിൽ നിന്ന് തന്നെ ഒരു കൊച്ചാക്കുന്ന രീതിക്ക് തന്നെ സത്യാവസ്ഥകളെല്ലാം മറച്ചു വെച്ച് ശ്രുതി വഞ്ചിക്കുകയായിരുന്നു. മാത്രമല്ല അവൾ എന്നെ ഇട്ടിച്ച് പോയി എന്നൊരു തോന്നലൊക്കെ കാരണം ശ്രുതി മദ്യപിക്കുകയാണ് കേട്ടോ. മദ്യപിക്കാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് ശ്രുതിയുടെ പാർക്കിലെ ഫ്രണ്ടിനെയാണ്. അദ്ദേഹവുമായിട്ട് തിരികെ വരുന്ന സമയത്താണ് പോലീസുകാർ ശ്രുതിനെ കൊണ്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയിക്കാനായിട്ട് ഊതുന്നത് കേട്ടോ. എന്നാൽ ശ്രുതിയെ കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പാർക്കിലെ ഫ്രണ്ട് മദ്യപിക്കുന്നില്ല, പകരം ശ്രുതി നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചിട്ടുണ്ടാവും. മദ്യപിച്ചോ എന്ന് പറയാനായിട്ട് അയാളെ കൊണ്ട് ഓടിക്കുന്ന സമയത്ത് വേഗം തന്നെ ശ്രുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നത്, എൻ്റെ സുഹൃത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് എൻ്റെ സുഹൃത്തിനോട് പെരുമാറിയത്, അവനോട് ക്ഷമ ചോദിക്കണമെന്നൊക്കെ ശ്രുതി മദ്യത്തിൻ്റെ ലഹരിയിൽ പോലീസുകാരോട് പറയുന്നത് മാറി നിന്നുകൊണ്ട് ആരും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവാൻ ആരും വേഗം തന്നെ ശ്രുതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് ചെന്ന ശേഷവും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ സുഹൃത്തിനോട് ക്ഷമ ചോദിക്കണം, പിന്നെ ഞാൻ മദ്യപിക്കാൻ കാരണം എൻ്റെ ഭാര്യ ഇട്ടേച്ച് പോയത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം തന്നെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ട് കൂടുതൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അനിയനാണ്, നിങ്ങൾക്കറിയില്ല, അവൻ സത്യാവസ്ഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആരും വേഗം നമ്മൾ നിൻ്റെ അനിയനാരാണെന്ന് എനിക്കെന്ന് അറിയണമെന്നല്ല ഇവൻ്റെ വീട്ടും അഡ്രസ്സൊക്കെ ചോദിച്ച് എത്രയും വേഗം അവരുടെ ഇങ്ങോട്ടേക്ക് പറയാൻ പറഞ്ഞുകൊണ്ട് പോലീസുകാരനായിട്ട് ആരും പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഈ പാർക്കിലെ ഫ്രണ്ട് നേരെ വീട്ടിൽ ചെന്നതിന് ശേഷം സുധീനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയും കൂടെ രവിയും എല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷൻ ഇറക്കാനായിട്ട് ചെല്ലുന്നത്. ആ ഒരു സമയത്താണ് ശ്രുതിയുടെ അനിയനാണ് സച്ചി എന്നുള്ള കാര്യം അരുൺ അറിയുന്നത്. മാത്രമല്ല ഈ ഒരു സച്ചിയോടുള്ള പക അത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്തും സച്ചിനോട് മോശമായ രീതിയിൽ തന്നെ പെരുമാറിയ സച്ചിനെ പ്രകോപിപ്പിക്കാനൊക്കെ ആയിട്ട് അരുൺ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി തന്നെ ഇടപെട്ട് രവി ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുന്നുണ്ട്. മാത്രമല്ല എങ്ങനെയെങ്കിലും ഞാൻ സുധീനെ കൂട്ടിക്കൊണ്ട് വരാൻ, നീ എന്തായാലും ഇവിടെ നിൽക്കേണ്ടല്ല, പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് സച്ചിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കായിട്ട് പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.